നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് 1 മന്ത് ഞാൻ നല്ല ബിസിയാണ്. ഓക്കെ, ടാരോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യൽ, റെഡിയാക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോകാൻ പോവാണ്. സോ 1 മന്ത് ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും പറ്റും എന്നാണ്, ബട്ട് സാധിക്കില്ല. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് 1 മന്ത് ഒട്ടും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ആലോചിക്കാം. ഓക്കെ, സോ ഞാൻ നമ്പർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടുവരുന്നവരുണ്ടാവും. അപ്പം ഞാനിപ്പോൾ അതിനെന്താ ചെയ്യാന്നാണ്, ഒന്നും എനിക്ക് ചെയ്യാൻ നിർത്തിയില്ല. പഴയ വീഡിയോസിൽ ഞാൻ നമ്പർ കൊടുത്തിരുന്നു. എല്ലായിടത്തും പോയിട്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, സാറില്ല. എന്തായാലും ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അത് നിങ്ങളും എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസം എന്നല്ല, ഈ ഒരു എന്താ ആഴ്ച, വീക്കെൻഡ് ആണല്ലോ, ശനിയാഴ്ച അല്ലേ. ഓക്കെ, ശനിയാഴ്ചയാണ്. ഓക്കെ, ഈ വരുന്ന 1 വീക്കിലേക്ക് നമ്മൾ വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവരുടെ ചിന്തകൾ എന്താണ് നിങ്ങളെക്കുറിച്ച്, ആൻഡ് നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ് അവരെക്കുറിച്ച്, രണ്ടും നോക്കാം നമുക്ക്. ഓക്കെ, ആക്ച്വലി ഓക്കെ, ഞാനൊരു ഡിഫറെൻറ്റ് രീതിയിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടൊരു റീഡിംഗ് ഉണ്ട്, അതെടുക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി ടുവേർഡ്സ് യുവർ പേഴ്സൺ ഉള്ളില്ലേ ഇങ്ങനെ വെച്ചു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ടുവേർഡ്സ് യു, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് പേഴ്സണിനെ കുറിച്ച്, ആൻഡ് പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച്. സോ എനർജിയും ഫീലിങ്സും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ നമ്മുടെ ആക്ഷനായിട്ട് കണക്കാക്കാം. ആക്ഷൻ എന്നല്ല, ബട്ട് ഒരു ലൈക്ക് പ്രവൃത്തി എന്ന രീതിക്ക് പറയാം. അല്ലെങ്കിൽ ഓക്കെ, എനിവേ അത് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒന്ന് ഫീലിങ്സ് ആണ്, മനസ്സിലുള്ളത് എന്ന് പറയാം. ഒന്ന് നിങ്ങളോട് കാണിക്കുന്ന എനർജി എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ തോട്ട്സ് എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, പേഴ്സൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു നോക്കാം, പ്രസൻറ്റ് എനർജി എന്തായിരുന്നു നോക്കാം, ആൻഡ് ഫ്യൂച്ചർ എനർജി എന്തായിരിക്കും, ആൻഡ് ഇതൊരു ഔട്ട്കം കാർഡ് എന്ന രീതിക്കാണ്. ഓക്കെ, ഔട്ട്കം എന്ന് പറയുമ്പോൾ അത് ഫൈനൽ ഔട്ട്കം എന്ന രീതിയിലല്ല, ഇതിപ്പോൾ ടെമ്പററി നമ്മളിപ്പോൾ നോക്കുന്നതിൻ്റെ ബാക്കി ക്ലാരിഫിക്കേഷൻ ഞാൻ എടുക്കാം. ഇവിടെ 5 of Cups, ഇവിടെ ബോട്ടം എനർജി ഉണ്ട്, 3 of Swords ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ 4 of Cups ഉണ്ട്. ഓക്കെ, ലേശം ഡിസ്കണക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, എന്നൊരു നഷ്ടത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. മേ ബി സെപ്പറേഷൻ, നോ കോൺടാക്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ വലിയ സംസാരമില്ല, കോൺടാക്ട് അധികം സംസാരമില്ല എന്ന രീതിക്കും പറയാം. ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാണുന്നുണ്ട്, ഒരു ചെറിയ വിഷമത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്, നഷ്ടം എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഇത് ഓവറോൾ എനർജി നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇപ്പോൾ ഒരു റിലേഷൻ സാഡ് എനർജിയാണ്, മിസ്സിങ് എനർജി ആയിരിക്കാം. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നോക്കാം. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് 9 of Cups ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ആക്ച്വലി നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ വിഷാണ് ആ പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച്. സോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങളും അവരുമായിട്ട്, പേഴ്സണുമായിട്ട് ഹാപ്പി ആയിട്ട് വേണം, വളരെ ലൈക്ക് ഒരു ഫാമിലി പോലെ വേണം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്ത് തന്നെ ആയാലും, ഓക്കെ, ഏത് തരത്തിലായാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഹാപ്പി ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൻ്റെ വാവ് 9 of Cups നമ്മൾ വിഷ് കാർഡ് എന്നാണ് പറയുക. ഇത് സ്റ്റാറും വിഷ് കാർഡ് എന്നാണ് പറയുക. രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. പരസ്പരം നിങ്ങളുടെ എനർജീസ് രണ്ടുപേരുടെയും മാച്ചാണ്, നല്ല മാച്ചാണ്. ഓക്കെ, അവർക്കും നിങ്ങൾക്കും അവരെ പേഴ്സൺ വേണം ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ കാണുന്ന സ്റ്റാർ ആയിട്ടാണെന്ന് പറയാം. അവരുടെ ഒരു ആഗ്രഹമാണ്, അവരുടെ ഒരു വിഷാണ് നിങ്ങൾക്കും അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, രണ്ടുപേരും ഒരേ എനർജിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പിന്നെ എന്തിനാ സങ്കടം നോക്കാം നമുക്ക്. ക്വീൻ ഓഫ് വാൻസ് എനർജി. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് പേഴ്സണിനോട് വളരെ പാഷനേറ്റ് ആയിട്ട് ഫീലിംഗ് ഉണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ലൈക്ക് യെസ് അട്രാക്ഷൻ എന്ന് തന്നെയാണ് കൂടുതലും. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണുമായിട്ട്
ഇതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ എനർജി മാത്രം എടുത്താൽ മതി. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അവരോട് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. കാണാൻ തോന്നുന്നുണ്ടാവാം, ആഗ്രഹം ഉണ്ടാവാം, മീറ്റ് ചെയ്യാൻ ആഗ്രഹം, കാണാൻ ആഗ്രഹം. എനിക്ക് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു പാഷനേറ്റ് ആയിട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിക്ക് പറയാം. പേഴ്സൻ്റെ മനസ്സിൽ അവിടെയാണ്. ഓക്കെ, അവിടെയാണ് ലേശം. ഓക്കെ, 7 of Wands ആണ്. 7 of Wands ആക്ച്വലി നല്ല കാർഡാണ്. 7 of Wands പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനാണ്. ഓക്കെ, അവർക്കും ആഗ്രഹമുണ്ട് ദാറ്റ് നിങ്ങൾ മേ ബി, പക്ഷെ ഇപ്പോൾ അവർ ലേശം ഡിഫെൻസീവായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മേ ബി നിങ്ങൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പേഴ്സൺ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് അവർ അതുപോലെ ഇമോഷണൽ ആവുന്നുണ്ടാവില്ല. ഓക്കെ, ലേശം അവരുടെ ഇമോഷൻസിനെ അവർ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ചിലപ്പോൾ ഡിഫെൻസീവായി പോകുന്നുണ്ടാവാം. അത്തരത്തിലൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി അതായിരിക്കാം. മേ ബി അവർ ആക്ച്വലി ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ എവിടെയോ അവരതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങളോട് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ ആയിരിക്കാം, എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം. എന്തുകൊണ്ടാണ് 7 of Wands ഫീൽ ചെയ്യുന്നത്? അവർ എന്താണ് അവരുടെ ഫീലിങ്സ് 7 of Wands വരുന്നത്? ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട് റിലേഷൻഷിപ്പ്. മാജീഷ്യൻ കാർഡാണ്. നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എവിടെയോ ഓരോ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു കൺഫ്യൂഷനിലേക്ക് പോവാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവാണ്. ഇപ്പോൾ 2 of Swords പറയുമ്പോൾ മേ ബി വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അത് നമുക്കിവിടെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല, പറയാം. ഓക്കെ, സോ എനിവേ നമുക്ക് ഈ ഇപ്പോഴത്തെ പാസ്റ്റ് എന്തായിരുന്നു? വേൾഡ് കാർഡാണ്. എൻഡിങ് ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. ആക്ച്വലി എനിക്ക് അങ്ങനെയല്ല തോന്നുന്നു. ഇവിടെ പോസിറ്റീവ് വൈബാണ് വരുന്നത്, ഇത് നെഗറ്റീവ് വൈബ് വരുന്നില്ല. വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് വീണ്ടും റീകണക്ട് ആയിട്ടുണ്ടാവും, ഓൾറെഡി റീകണക്ട് ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നു. മേ ബി ദൂരെ ആയിരിക്കാം. ഓക്കെ, യെസ്, ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്, യെസ്, അതാണ് നിങ്ങളുടെ പേഴ്സണിനെ ബോദർ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ ദൂരെ ആയിരിക്കാം. എനിക്ക് അതായത് കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ഡിഫെൻസീവ് ആവുന്ന അതുകൊണ്ടായിരിക്കും. അവരെ ഫീലിങ്സിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുണ്ട് എന്ന രീതിക്കും ഉണ്ട്. ബട്ട് എവിടെയോ മേ ബി അവനവനെ ഒന്നിപ്പോൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ലെവലായിരിക്കും. നിങ്ങൾ ദൂരെ ആയിരിക്കാം പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ അകൽച്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അകന്നു പോവോ എന്നുള്ളൊരു പേടിയായിരിക്കാം പേഴ്സണ് മനസ്സിൽ. ഡിസ്റ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ ദൂരം എന്ന രീതിക്ക് പറയാം. മിസ്സിങ് എനർജി, മിസ്സിങ് എന്ന് പറയാം. ഓക്കെ, അഗൈൻ സെയിം തിങ്. ഓക്കെ, അവർക്ക് മിസ്സിങ് എനർജി ഉണ്ടാവാം, നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ എവിടെയോ മേ ബി സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അവരിപ്പോൾ ലേശം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും മീറ്റ് ചെയ്യാൻ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ അവിടെ ആക്ച്വലി ചാരിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു. ഓക്കെ, പോയി, സോറി, ഷഫിൾ ചെയ്തപ്പോൾ പോയി. ചാരിറ്റ് ഉണ്ടായിരുന്നു. സോ മേ ബി നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു ഡിഫെൻസീവിൽ അവർ നിൽക്കുന്നുണ്ട്. മേ ബി എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഐ തിങ്ക് ഒരു ഡിഫെൻസീവ് ആയിട്ടായിരിക്കും ആൻസർ തരുന്നത് നിങ്ങളോട്. മേ ബി പ്ലാൻസ് ഉണ്ടാക്കി കാണാം, നിങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടാക്കി കാണാം, പക്ഷെ നടന്നുണ്ടാവില്ല, ചിലപ്പോൾ അതും ആവാം. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താ? 8 of Swords, റെസ്ട്രിക്ഷൻസ്. യെസ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്ന് തോന്നുന്നത്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്ത് തന്നെയായിരുന്നു, രണ്ടുപേരുടെ ഭാഗത്തുനിന്നും എനിക്ക് കാണുന്നത് പെട്ട് നിൽക്കുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ സ്റ്റക്കാണെന്ന്, രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പേഴ്സണും തോന്നുന്നുണ്ടാവും ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ ഡിഫെൻസീവ് ആവുന്നു. ഓക്കെ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയോ ലൈക്ക് സാഹചര്യങ്ങൾ നിങ്ങളെ സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ്. മേ ബി സിറ്റുവേഷൻസ് ആയിരിക്കാം, രണ്ടുപേരുടെയും ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ആഗ്രഹിക്കുന്ന പോലെയൊന്നും നടക്കുന്നില്ല. രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അത് നടക്കാനുള്ള ഒരു സാഹചര്യം ഐ തിങ്ക് ഒത്തു വരുന്നുണ്ടാവില്ല. പ്രോമിസസ് ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്, ബട്ട് അത് നടന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അവർ ഡിഫെൻസീവ് ആവുന്നത്. വരാം എന്ന് വാക്ക് പറഞ്ഞു വേണം, ബട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളപ്പോൾ ചോദിക്കുമ്പോൾ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്കത് ഡിഫെൻസീവ് ആയി പോവാണ്. അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കാം. അവരുടെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും ആവാം 8 of Swords. ഓക്കെ, മൈൻഡിൻ്റെ തോട്ട്സുമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ദാറ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് നമ്മൾ കരുതും, പക്ഷെ എവിടെയോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴികൾ ഓപ്പൺ ആണ് എന്നുള്ളൊരു കാർഡാണ് 8 of Swords പറയാം. നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കും എന്നാണ് പറയുക. ബട്ട് ഐ തിങ്ക് ഓക്കെ, പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കണം ശരിക്കും. ഓക്കെ, അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുമുണ്ട്. വേൾഡ് കാർഡ്, ഫൂൾ, വാവ്, ജസ്റ്റ് അവർക്ക് ശരിക്കും നിങ്ങളുടെ അടുത്ത് ചാരിറ്റി വീണ്ടും വന്നു. ഞാൻ ഓക്കെ നേരത്തെ പറഞ്ഞത്
അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, നിങ്ങളെ കാണാൻ വരണം എന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വേണം, ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ അവർക്ക് സ്വയം പെട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് തരത്തിൽ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്യൂച്ചർ എന്ന് കാണുന്നത് മൂണാണ്. ഓക്കെ, ക്ലാരിറ്റി ഇല്ല. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് എന്താവും എന്നൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾക്ക്. അതാണ് ഇവിടെ നിങ്ങളുടെ ഐ തിങ്ക് ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ സാഡ് എന്ന് പറഞ്ഞില്ല ആദ്യം. അപ്പം നേരത്തെ ആദ്യം പറഞ്ഞ നമ്മുടെ 5 ഓഫ് കപ്സ് എനർജി, 4 ഓഫ് കപ്സ് എനർജി ഒക്കെ നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ എന്താണ്. പേഴ്സണൽ ചിലപ്പോൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അതിൻ്റെ ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വല്ലാത്തൊരു കൺഫ്യൂഷനാണ് കാണുന്നത്. മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇതും നമുക്ക് യാത്ര എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ബട്ട് യാത്ര നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് പറ്റാതെയാണോ, നിങ്ങൾ രണ്ടും ഇത് കാർഡ്സ് എനിക്ക് വളരെയധികം യാത്രയുടെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻസിനെ കുറിച്ചായിരിക്കാം, ദൂരെ ആയിരിക്കാം നിങ്ങൾ. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഇപ്പോൾ കാണുന്നത് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഐ തിങ്ക് പരസ്പരം അത് സാധിക്കില്ല, ഇപ്പം സാധിക്കുന്ന ഒരു അവസരമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ല എന്ന് പറയാം രണ്ടുപേർക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങളെ മൂഡ് ഇങ്ങനെ അപ്സെറ്റ് ആക്കുന്നത്. ഓക്കെ, കാണാൻ നമ്മൾ പറയില്ലേ, ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കാതിരിക്കുമ്പോഴും ഒരു വിഷമമാണ്. സോ അതിൻ്റെയൊക്കെ ആയിരിക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ 5 ഓഫ് സോർട്സ്, ആ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ ഇത് വരുന്നത്, കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, 5 ഓഫ് സോർട്സ് ഉണ്ട്, 10 ഓഫ് സോർട്സ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസും ഉണ്ട്. ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, പേഴ്സൺ കമ്മിറ്റഡ് ആയിരിക്കും വേറെ എവിടെയെങ്കിലും, നിങ്ങളും കമ്മിറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സ് പറഞ്ഞപ്പോൾ എന്തോ ആവാം, ജോലിയാവാം, വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അവർക്കായാലും അധികം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്തത്. ഓക്കെ, അത് ആ പേരിൽ പക്ഷെ നിങ്ങൾ തമ്മിൽ മേ ബി മൂൺ എനർജി ഉണ്ട് കേട്ടോ, ഫുൾ മൂൺ വരുന്നുണ്ട്. ആ മൂൺ എനർജി ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി കാണാം, പറയാൻ പറ്റിയ ഫുൾ മൂണാണിത്. നിങ്ങളുടെ ഷാഡോ സൈഡ് വരികയാണ് പുറത്തേക്ക്. ഓക്കെ, നിങ്ങൾക്ക് ആ മിസ്സിങ് എനർജി, നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ തുടങ്ങുകയാണ്. പേഴ്സൺ എന്താ വരാത്തത്, എന്താ ചെയ്യാത്തത് എന്നൊക്കെ നിങ്ങൾക്കും അവർക്ക് ശരിക്കും വേണോ എന്ന് നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, അതിൻ്റെ ഇവിടെ ഔട്ട്കം കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് വൺസ് ആണ്. വെരി ഗുഡ്. പേജ് ഓഫ് വൺസ് നമ്മളൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു തുടക്കമാണ് എന്ന രീതിക്ക് പറയും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും എല്ലാം ഓക്കെ ആവും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാണിച്ചിട്ട്. ഓക്കെ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഔട്ട്കം? ഇത് നമ്മൾ അധികം ദൂരേക്കുള്ള ഒരു ഇതൊന്നുമല്ല റീഡ് ചെയ്യുന്നത്, ഒരുപാട് ഫ്യൂച്ചറൊന്നുമല്ല, നിയർ ഫ്യൂച്ചർ, ഈ ഒരു 1 വീക്ക് 1 മന്ത് ഒക്കെ നിങ്ങൾ പിടിച്ചോളൂ, അത്ര മതി. ഓക്കെ, നോട്ട് മോർ ദാൻ ദാറ്റ്. പേജ് ഓഫ് വൺസ് എന്താ കാണിക്കുന്നത്? ഹെയർഫെൻറ്റ്, വാവ്, മൈ ഗുഡ്നസ്. ഓക്കെ, വാവ്, ഹെയർഫെൻറ്റ്, 4 ഓഫ് വൺസ്, ഹെർമിറ്റ്, 6 ഓഫ് വൺസ്, വാവ്. ഓക്കെ, ബട്ട് യെസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് വരും. നിങ്ങളും മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളും മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്നുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ മാരേജ് തീരുമാനിച്ച് കാണാം, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, 3 കാർഡാണ് മാരേജിൻ്റെ. ഓക്കെ, ആൻഡ് ഇവിടെ കുട്ടികളെ കാണുന്നുണ്ട്. സോ 6 ഓഫ് കപ്സ് ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നും പറയാം. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഒന്നിലും ശരിക്കും പറഞ്ഞാൽ താല്പര്യമൊന്നുമില്ല, അവർക്കും വിഷമം തന്നെയാണ് കാണുന്നത് എനിക്ക്. ബട്ട് ഇവിടെ ഈ സ്റ്റക്ക് എനർജി ചിലപ്പോൾ ഇത് കാരണമായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ മേ ബി മാരേജിൻ്റെ കാരണമായിരിക്കാം. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് കമ്മ്യൂണിക്കേഷൻ വരും. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റും? റീയൂണിയൻ, ഓ മൈ ഗോഡ്. ഓക്കെ, ഇപ്പം നിങ്ങൾ സൈലൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ പേഴ്സൺ സൈലൻ്റ് ആണെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ വറി ചെയ്യേണ്ട ഒരുപാട്, കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ് എനിക്ക് പിക്ക് ചെയ്യുന്നത്. നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങളെ വിട്ട് നിൽക്കുന്നതിൻ്റെ സങ്കടമാണ്, വിഷമമാണ്. ഓക്കെ, മാരേജും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ഒരു ഭാഗത്ത് ഓക്കെ ഫൈൻ, അതൊക്കെ ഉണ്ടെങ്കിലും ശരി, പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് എനിക്കിവിടെ കാണുന്ന മുഴുവൻ. ഓക്കെ, നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ് ഇപ്പോൾ. അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കുന്നതിൻ്റെ നല്ല വിഷമമുണ്ട്, മേ ബി കാണാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. സാഹചര്യങ്ങൾ ഉണ്ടാവാം, മേ ബി സിറ്റുവേഷൻസ്, ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ബട്ട് നിങ്ങൾ തമ്മിലൊരു റിയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് വരുന്നത്. ഞാൻ ചാരിറ്റിൻ്റെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഈ ട്രാവലിൻ്റെ കാര്യം എനിക്കിവിടെ നല്ലോണം കാണുന്നുണ്ട്. സോ യാത്ര തീർച്ചയായിട്ടും നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലെ ടൈമിംഗ് കാർഡ് എടുക്കായിരുന്നു. ഓക്കെ, ഞാൻ ടൈമിംഗ് കാർഡ് കൂടി യൂസ് ചെയ്യാം എന്തായാലും. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് വരുന്നു, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ വരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും, അതുകൊണ്ടാണ് അവർ സൈലൻറ്റ്.
ഓക്കെ, നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്, നിങ്ങളുമായിട്ട് മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, സിറ്റുവേഷൻസ് കാരണം സ്റ്റക്കായിരിക്കാം, എന്ത് തന്നെയായാലും ശരി. ഇവിടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ആ സൈലൻസ് വരുന്നത്. ഹെർമിറ്റ് കാർഡ്, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് പോസിബിൾ ആണ്. ഈവൻ ഇതും നമ്മൾ യാത്ര എന്നാണ് പറയാം. സോ ഒരുപാട് കാർഡ്സ് ഇവിടെ യാത്രയെക്കുറിച്ച് പറഞ്ഞു, ട്രാവൽ, ദൂരം എന്നുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ദൂരെയാണെങ്കിൽ നിങ്ങൾ വളരെ ലൈക്ക് എത്രയും വേഗം നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, ഞാൻ ടൈമിംഗ് കാർഡ് കൂടി നിർത്തിയേക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് ഇത് നോക്കാതിരിക്കാൻ തോന്നുന്നില്ല. എന്തായാലും ടൈമിംഗ് കാർഡ് എടുത്തേ പറ്റൂ. നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിൻ്റെ നല്ല ചാൻസസ് എനിക്ക് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരും കേട്ടോ, അതെന്തായാലും ഉണ്ടാവും. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാം. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഫ്രസ്ട്രേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയൊക്കെ ഉണ്ടെങ്കിലും ശരി, അത് വീണ്ടും നിങ്ങൾ റീയൂണിയൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് മെസ്സേജ് വരും, നിങ്ങൾ തമ്മിൽ കാണാനുള്ള ലൈക്ക് ഹൈ പോസിബിലിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം ലൈക്ക് എപ്പോഴേക്കായിരിക്കും പോസിബിൾ എന്ന് നോക്കാം. ഓക്കെ, സോ റീയൂണിയൻ ടൈം, ഒരു റിയൂണിയൻ നടക്കുന്ന പോലെയാണ് എനിക്ക്. വെരി നൈസ്. ഡോണ്ട് ഫോഴ്സ് തിങ്സ്, ഒബ്സസിങ് ഓവർ ടൈമിംഗ് ക്രിയേറ്റ്സ് ബ്ലോക്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന പക്ഷേ ടൈമിനെ കുറിച്ച് ചോദിക്കണ്ട എന്നാണ് പറയുന്നത്, ഫോഴ്സ് ചെയ്യണ്ട എന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ. ഒരു ടൈമിംഗ് തരുന്നില്ലേ യൂണിവേഴ്സ് അപ്പോഴേക്കും? വെരി സൂൺ. ഞാൻ എന്താ പറഞ്ഞത്, എത്രയും വേഗം വരുന്ന പറഞ്ഞത്. സോ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്, കാരണം 1 2 ഓൾമോസ്റ്റ് 2-3 കാർഡ്സ് എനിക്ക് കണ്ടത് ലൈക്ക് ട്രാവലിങ്ങിനെ കുറിച്ചായിരുന്നു. വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ അറ്റ്ലീസ്റ്റ് മെസ്സേജോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരും. നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് വരും, അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതായത് അവർ കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് തുറന്ന് പറയും. ഇവിടെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്കൊരു ഡേറ്റോ ടൈമോ നമുക്ക് കിട്ടിയേ പറ്റും. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡോണ്ട് ഒബ്സസ് ഓവർ ടൈമിങ്. ഓക്കെ, എപ്പോൾ കാണും എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്സ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരു ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു മന്തിൻ്റെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓ വാ, ഓഗസ്റ്റ് ആൻഡ് റിലീസ് ദ നീഡ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. ആൻഡ് അറൗണ്ട് ജൂണും ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, വെരി നൈസ്. ആൻഡ് വെൻ യു ആർ ട്രൂലി റെഡി ഫോർ ഇറ്റ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ കുറേ ഒന്ന് ലൈക്ക് പേഴ്സണിനെ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, പേഴ്സണിൻ്റെ ഫീലിങ്സിനെ ട്രസ്റ്റ് വയ്ക്കുക, അതൊരു കാര്യം. ആൻഡ് നിങ്ങളോട് പറയുന്നത് തൽക്കാലം ടൈമിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒത്തുവരും ബൈ ജൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റ്. ഓക്കെ, വിത്തിൻ നമ്മൾ ആ ഒരു ടൈം പീരീഡ് പഠിക്കാം, ജൂൺ ടു ഓഗസ്റ്റിൻ്റെ സമയത്തിലായിരിക്കാം. ഓക്കെ, ഞാൻ ഡേറ്റിന് വേണ്ടി ഇതുകൂടി എടുത്തിട്ടുണ്ട്. 2 and 7 ആണ്. സോ ഇതിപ്പോൾ 2 ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ, ആൻഡ് 7 ഉണ്ട്. സോ ജൂലൈ എന്ന് പിടിക്കാം. ഡേറ്റ്സ് ആയിട്ട് എടുക്കാം. 2 and 7 ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. 2-ാം തീയതിയും 7-ാം തീയതി അങ്ങനത്തെ ദിവസങ്ങളായിരിക്കാം ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നത്. ജൂൺ 2, ജൂലൈ 2 അല്ലെങ്കിൽ ഓഗസ്റ്റ് 2 എന്ന രീതിക്ക്. ഓക്കെ 7. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. 27 ആവാം. ഓക്കെ, സോ അതും ആവാം. ഇതൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ നിങ്ങൾക്ക് മാച്ച് ഉണ്ടോ അങ്ങനെയും നോക്കാം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ഒന്നുകൂടി 2 ഡേറ്റ് കൂടി എടുക്കാം. 0, 1 ഉണ്ട്. സോ മേ ബി 10 എന്ന് പിടിക്കാം നമുക്കിവിടെ. ഓക്കെ, 10th ആവാം. 2 വന്നു, 7 വന്നു. സോ 27th ആവാം, 2 ആവാം, 7 ആവാം, ആൻഡ് 10 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, സോ അങ്ങനെ പറയാം. ലാസ്റ്റ് ടൈം സെയിം തിങ്, 2 and 8. ഓക്കെ, അഗൈൻ ഇതൊരു ഫെബ്രുവരി റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. 8 ആവാം, 8 is ഓഗസ്റ്റ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കൺഫർമേഷൻ. ഓക്കെ, ആൻഡ് 28 ആവാം നമുക്ക്. ഓക്കെ, സോ 27, 28 കാണുന്നുണ്ട്, അല്ലെങ്കിൽ 2 കണ്ടു, 7 കണ്ടു. ഓക്കെ, 8 ഉണ്ട്. ഓക്കെ, സോ ഈ നമ്പേഴ്സ് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് നമ്മൾ മാസം ഇപ്പം നമ്മൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. സോ അതിലേതെങ്കിലും ഒക്കെ ആവാം. പക്ഷെ നിങ്ങളോട് ഒബ്സസ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. റിലീസ് ദ നീഡ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ, ഇതും ഉണ്ടായിരുന്നു കേട്ടോ മെസ്സേജ്. ഓക്കെ, അതായത് സിറ്റുവേഷനെ നിങ്ങൾ തൽക്കാലം എങ്ങനെയാണോ പോകുന്നത് അതങ്ങനെ വിട്ടേക്കുക, ഒരുപാട് ഇപ്പോൾ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ്. ഓക്കെ, റീയൂണിയൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ സ്ഥിതിക്ക് വളരെ നല്ല കാർഡ്സ് ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് ഗൈഡൻസ് കൂടി എടുക്കാം. ടൈമിംഗ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചല്ല, പക്ഷേ ഐ തിങ്ക് യൂണിവേഴ്സ് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. ജൂൺ, ജൂലൈ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെയാണ് എന്നൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, ടൈമൊക്കെ വേഗം പോകും. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യാനാണ്, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻഗേജ്മെൻറ്റ്, റിട്രീറ്റ്, മീറ്റിംഗ്, ട്രിപ്പ്.
സെപ്പറേഷൻ ഇപ്പം സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂ, സെയിം തിങ് അല്ലേ. കെമിസ്ട്രി, വാവ്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ് നിങ്ങളോട് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, പേഴ്സൺ അല്പം ഡിഫെൻസീവ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ അവരും മിസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കും കാണാൻ തോന്നിയിട്ടാണ്, ഉള്ളിലെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട്, പിന്നെ എവിടേക്കോ പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളും ചിന്തയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ രണ്ടും കൂടി ക്ലാഷ് വരികയാണ് അല്ലേ, മൈൻഡ് ക്ലാഷ് ആയി പോവാണ്. ആൻഡ് ഇവിടെ എൻഗേജ്മെന്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞു കമ്മിറ്റ്മെന്റ് പോസിബിൾ ഉള്ള ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് വരും. നിങ്ങൾ മാരേജ് കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും വരും. ഓക്കെ, എൻഗേജ്മെന്റ് പോസിബിൾ ആണ് നിങ്ങൾക്ക്. മേ ബി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞത് മേ ബി നിങ്ങളുടെ എൻഗേജ്മെന്റിനായിരിക്കാം. ഓക്കെ, സോ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് മീറ്റിംഗ് ഉണ്ടാവും. റിട്രീറ്റ് എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു യാത്ര പോകാൻ, എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത, എവിടെയെങ്കിലും ഒന്നിച്ചൊരു യാത്ര പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ മീൻസ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യുക, കാണുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിട്ട് അങ്ങനെ എന്താ പറയുക ബ്രേക്കപ്പ് ആയി പോയി അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ മാത്രമല്ല, മേ ബി ജസ്റ്റ് ദൂരെയാണ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു വേൾഡ് കാർഡ് ഡിസ്റ്റൻസ്, ഞാൻ അതും പറഞ്ഞു. വേൾഡ് കാർഡ് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്നാണ്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ദൂരത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. നിങ്ങളിത് കൺട്രോൾ ചെയ്യേണ്ട, ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യാനൊന്നും പോകണ്ട. സിറ്റുവേഷനെയും വിട്ടേക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ, കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇതുണ്ടോ, സെയിം കാര്യങ്ങളാണ് പറയുന്നത്. റിലീസ് എ നീഡ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ, ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ട പോലെ സിറ്റുവേഷനെ ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. കുറച്ചൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, എനിക്കറിയാം. ബട്ട് ചില സമയത്ത് നമ്മുടെ കയ്യിലില്ല ചില കാര്യങ്ങൾ. ഓക്കെ, വിട്ട് കളഞ്ഞേക്കാം. ഞാൻ കെമിസ്ട്രി ഉണ്ട് ഇവിടെ. എനിക്ക് നിങ്ങൾ തമ്മിൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ പാഷനേറ്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം അട്രാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്, എൻഗേജ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ്. ഓക്കെ, എനിവേ എല്ലാ തരത്തിലും ഓക്കെ, നല്ലൊരു പോസിറ്റീവ് റീഡിങ്. സോ കുറച്ച് സമയമുണ്ട് വെയിറ്റിംഗ്. പക്ഷേ വെയിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. ഓക്കെ, ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുക. നിങ്ങൾ ഓൾറെഡി മനസ്സിൽ വിചാരിക്കുക ഓക്കെ ഞാൻ ജൂണിൽ പോകും, അല്ലെങ്കിൽ ജൂലൈയിൽ പോകും, അല്ലെങ്കിൽ ഓഗസ്റ്റിൽ, മീൻസ് നിങ്ങൾ പോകാല്ലേ പേഴ്സൺ നിങ്ങളെ കാണാൻ വിളിച്ചില്ല, അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾക്ക് കാണണോ? ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ അവർ വിളിക്കും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ തയ്യാറാവും. ഓക്കെ, കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കൂ. ഓക്കെ, എനിക്ക് ആ സമയത്ത് പോകേണ്ടി വരും, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് മുമ്പ് റെഡി ആവുക, പേഴ്സണെ കാണണം എന്ന രീതിക്ക് നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, ആ സമയം യൂട്ടിലൈസ് ചെയ്യൂ, പോസിറ്റീവായിട്ട് യൂസ് ചെയ്യൂ. ആൻഡ് അതുപോലെ പോസിറ്റീവ് തിങ്കിങ് വെക്കൂ. ആ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ വെക്കും തോറും കാര്യങ്ങൾ അത്രയും സ്പീഡായിട്ട് നടക്കും. ഓക്കെ, സോ എന്തായാലും വളരെ നല്ല റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.